പ്രൊസീജിയറിനെയാണ് ബിസിനസ് അസംബ്ലിംഗ് എന്ന് പറയുന്നത്. ഹലോ സർ, അജോയാണ് സംസാരിക്കുന്നത്. സർ, ഞാൻ വിളിക്കുന്നത് മീഡിയേറ്റേഴ്സ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു ബിസിനസ് അസംബ്ലിംഗ് ഏജൻസി എന്നാണ്. സർ, ഇത് സംസാരിക്കാൻ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം ആണോ? സർ, ഞങ്ങൾ ചെയ്യുന്ന ആക്ച്വലി ഒരു ബ്രാൻഡിന്റെ ഡിജിറ്റൽ ബിസിനസ് കംപ്ലീറ്റ്ലി മോണിറ്റർ ചെയ്യുന്ന ഒരു സർവീസാണ് ചെയ്യുന്നത്. അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, വീഡിയോ പ്രൊഡക്ഷൻ, ലീഡ് ജനറേഷൻ, റൈറ്റ് ചെയ്ത ലീഡ്സിന്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യുന്ന ആക്ടിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. ആ പ്രൊസീജിയറിനെയാണ് ബിസിനസ് അസംബ്ലിംഗ് എന്ന് പറയുന്നത്. ഞങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ ആക്ടിവിറ്റീസ് സർ ചെയ്തിട്ടുണ്ടോ? ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മെറ്റയിലാണോ ഗൂഗിളിലാണോ? ഞാനിത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർ. ഓഫീസ് ഉള്ളത് ബാംഗ്ലൂരിലും കൊച്ചിയിലും ട്രിവാൻഡ്രത്തുമാണ്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യുന്നതാണ്. പക്ഷെ സോഷ്യൽ മീഡിയ മാത്രമല്ല, മറ്റൊത്തിരി പ്ലാറ്റ്ഫോംസ് അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ബെയർ മിനിമം കാര്യമാണ് ഗൂഗിളിന്റെ മൈ ബിസിനസ്സിൽ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് ചെയ്തിട്ടില്ലാത്ത ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. സാറിന്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് വേണം നമ്മളിത് പ്ലാൻ ചെയ്യാൻ. സാറിന്റെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കോൺട്രാക്ടേഴ്സും ബിൽഡേഴ്സും ഒക്കെ ആണോ സർ? ഓഫീസ് ഉണ്ടോ? നമ്മൾ സാറിന്റെ ബ്രാൻഡിനെ ഒന്ന് പഠിച്ചിട്ട് ഒരു പ്രപ്പോസൽ തരുന്നതായിരിക്കും നല്ലത്. ഡീറ്റെയിൽസ് എനിക്ക് വാട്സ്ആപ്പ് ഇടും. ഷുവർ സർ, താങ്ക് യു.